2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡൻ ജയിച്ചതായുള്ള ഫലം പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പരിഷ്കരിച്ച കുറ്റപത്രത്തിലെ ആരോപണങ്ങളുമായി ബന്ധമില്ലെന്നുറപ്പിച്ച ഡൊണാൾഡ് ട്രംപ് കേസിൽ കുറ്റക്കാരനല്ലെന്ന് വാദിക്കുമെന്നും കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ ട്രംപ് വ്യക്തമാക്കി. പാർലമെന്റ് ആക്രമണ കേസിൽ ട്രംപിനെതിരായ ആരോപണം മയപ്പെടുത്തി ഓഗസ്റ്റിലാണ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് നോക്കുന്ന സ്പെഷ്യൽ കൗൺസിൽ ജാക്ക് സ്മിത്ത് വാഷിംഗ്ടണിലെ ഫെഡറൽ കോടതിയിലാണ് പുതിയ കുറ്റപത്രം നൽകിയത്. ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റലിൽ 2021 ജനുവരി 6 ഇരുസഭകളും കൂടിയപ്പോൾ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറി ആക്രമണം നടത്തിയതുൾപ്പെടെ വിവാദ സംഭവങ്ങളിലാണ് പരിഷ്കരിച്ച കുറ്റപത്രം. മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ പിഴവുകൾ സംശയിച്ച് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാനങ്ങൾക്ക് കത്തയക്കാൻ നീക്കം നടത്തിയതുവഴി ആ വകുപ്പിന്റെ നിയമ നടത്തിപ്പധികാരം ദുരുപയോഗം ചെയ്യാൻ ട്രംപ് ശ്രമിച്ചെന്ന പഴയ കുറ്റപത്രത്തിലെ ആരോപണ ഭാഗമാണ് പ്രധാനമായും നീക്കിയത്. സുപ്രീം കോടതി കഴിഞ്ഞ മാസം അംഗീകരിച്ച പ്രസിഡന്റ് പരിരക്ഷയുടെ പരിധിയിൽപ്പെടുന്നത് കൊണ്ടാണിത്. ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ 2021 ജനുവരി 6 US കോൺഗ്രസിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെ അക്രമാസക്തരായ നൂറുകണക്കിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിലെ സുരക്ഷാ വലയം ഭേദിച്ച് അകത്തുകടന്ന് അവിടം കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു. ഈ സംഭവത്തിൽ 700 പേരാണ് അറസ്റ്റിലായത്. ട്രംപ് നടത്തിയ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളാണ് ക്യാപിറ്റോളിലെ അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു.